ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ നെക്സ്റ്റ് ക്ലാസ്. നമ്മളിന്ന് ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് എടുക്കുന്നത്. അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പോകാം ക്ലാസ്സിലേക്ക്. ജെൻഡർ ബേസ്ഡ് വയലൻസ്. ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ജെൻഡറിൻ്റെ ബേസിൽ പലതരത്തിലുള്ള അതിക്രമങ്ങൾ നമുക്ക് നേരിടേണ്ടതായി വരാറുണ്ട്, അല്ലേ? ഉദാഹരണത്തിന് അട്രോസിറ്റീസ് ഫോർ ഡൗറി, കേസ് ഫൈൽഡ് എഗെയിൻസ്റ്റ് ദ ഇൻലോസ്, സ്ത്രീധനത്തിൻ്റെ പേരിൽ ഉപദ്രവം, ഭർത്തൃ വീട്ടുകാർക്കെതിരെ കേസെടുത്തു. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ ഇൻസൾട്ടഡ് ഇൻ പബ്ലിക്, പോലീസ് ടേക്ക് ആക്ഷൻ ബേസ്ഡ് ഓൺ ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾ പലയിടങ്ങളിലും പലതരത്തിലുള്ള ഇൻസൾട്ടും അല്ലെങ്കിൽ അവഹേളനങ്ങളും ഒക്കെ സഹിക്കേണ്ടതായി വരാറുണ്ട്. ഈ ഒരു വിഷയത്തിൽ പോലീസ് ട്രാൻസ്ജെൻഡർ സംരക്ഷണ നിയമപ്രകാരം കേസെടുത്തു. ഞാൻ മേരിക്കുട്ടി എന്ന സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലേ? അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു ട്രാൻസ്ജെൻഡർ സൊസൈറ്റിയിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്തൊക്കെയാണ്, സൊസൈറ്റി അവരെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്, അല്ലേ? അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് പോലുള്ള നിയമങ്ങളുണ്ട്. നൺ ഷുഡ് സഫർ ലൈക്ക് ദിസ്. സർവൈവർ ഓഫ് സെക്ഷൽ അസൾട്ട് ടു മീഡിയ. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ലൈംഗിക അതിക്രമത്തിന് വിധേയയായ ഒരു പെൺകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളാണ്, ഇനി ഒരാൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവരുത്. നെക്സ്റ്റ് നോക്കിക്കേ, ഹെൽപ്ഡ് ഇൻ ഫീമെയിൽ ഫീറ്റിസൈഡ്, ലൈസൻസ് ഓഫ് ഡോക്ടർ ആൻഡ് ഹോസ്പിറ്റൽ ക്യാൻസൽഡ്. കണ്ടല്ലോ. അതുപോലെ തന്നെ മറ്റൊന്നാണ് സെക്ഷൽ അസൾട്ട് ഇൻ വർക്ക് പ്ലേസ്, ആക്ഷൻ എഗെയിൻസ്റ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഫെയിൽഡ് ടു റിപ്പോർട്ട്. തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമം പോലീസിന് റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി. അപ്പോൾ ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഹെഡ്ലൈൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഹെഡ്ലൈൻസിനെ ബേസ് ചെയ്തുകൊണ്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കിക്കേ, എന്തെല്ലാമാണ്? വാട്ട് ആർ ദി സോഷ്യൽ ഇഷ്യൂസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദിസ് ന്യൂസ് ഹെഡ്ലൈൻസ്? ഏതെല്ലാം സോഷ്യൽ ഇഷ്യൂസാണ് മെയിനായിട്ട് ജെൻഡറിൻ്റെ ബേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒന്ന് അട്രോസിറ്റീസ് ഫോർ ഡൗറി, അല്ലേ? മറ്റൊന്ന് അട്രോസിറ്റീസ് ഫേസ്ഡ് ബൈ ട്രാൻസ്ജെൻഡേഴ്സ്, അതുപോലെ തന്നെ സെക്ഷൽ ഹറാസ്മെൻറ്റ്, ഫീമെയിൽ ഫീറ്റിസൈഡ്, സെക്ഷൽ അസൾട്ട് ഇൻ വർക്ക് പ്ലേസ്. ഇതുപോലുള്ള നിരവധി സംഭവങ്ങളാണ് നമുക്ക് ഇന്ന് നമ്മുടെ ടെലിവിഷനും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറും ഒക്കെ എടുത്തു നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നത്, അല്ലേ? അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരം നമ്മൾ തന്നെയാണ് കാണേണ്ടത്. നമ്മളെപ്പോലുള്ള ഈ കുട്ടികൾക്ക് ഈ ചാപ്റ്റർ നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വരുന്ന തലമുറയെ നല്ല ബോധമുള്ളവരാക്കി വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലേ? നിങ്ങളെപ്പോലുള്ള കുട്ടികളിൽ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള എന്തെങ്കിലും ടെൻഡൻസീസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ തെറ്റാണ് എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് തന്നിരിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ് നോക്കിക്കേ, നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. എ വേൾഡ് ഫ്രീ ഓഫ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ കാര്യം തന്നെ നമുക്കിവിടെ എടുക്കാം. കേരള ഹിസ്റ്ററി നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ നമ്മൾ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട 2 ജെൻഡർ ഡിസ്ക്രിമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് ആണ് അപ്പർ ക്ലോത്ത് റിവോൾട്ട് അഥവാ മാറുമറയ്ക്കൽ സമരം, മറ്റൊന്നാണ് കല്ലുമാല അപ്രൈസിംഗ്. ഇതിൽ അപ്പർ ക്ലോത്ത് റിവോൾട്ട് ഓൾസോ നോൺ ആസ് മാറുമറയ്ക്കൽ സമരം, അല്ലേ? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഈ ഒരു റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം സൗത്ത് ട്രാവൻകൂറിലാണ്, അല്ലേ? ഏത് സമയത്താണെന്ന് നോക്കിക്കേ, 19th സെഞ്ച്വറിയിലാണ്. 19th സെഞ്ച്വറിയിൽ ട്രാവൻകൂറിലാണ് ഈ ഒരു സ്ട്രഗിള് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ സ്ട്രഗിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, മെയിനായിട്ട് ഇവർ ഇങ്ങനെയൊരു സ്ട്രഗിൾ നടത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു വിയർ ക്ലോത്ത്സ്,
അല്ലേ? മെയിനായിട്ട് അന്നത്തെ സമൂഹത്തിലുണ്ടായിരുന്ന സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. ഫൈനലി ദേ അച്ചീവ്ഡ്, അല്ലേ? അവസാനം അവരെന്ത് ചെയ്തു? അതിൽ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ നോക്കിക്കേ, ദ സ്ട്രഗിൾ എൻഡഡ് വിത്ത് ദ പ്രൊക്ലമേഷൻ ഓഫ് ട്രാവൻകൂർ ഗവൺമെൻറ് that everyone, irrespective of caste or religion, had the right to wear the clothes they chose. അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള ഫ്രീഡം ഗവൺമെൻറ് നൽകി, അല്ലേ? ആ ഒരു ഇൻസിഡൻ്റാണ് നമ്മൾ അപ്പർ ക്ലോത്ത് റിവോൾട്ട് അഥവാ മാറുമറിക്കൽ സമരം എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കല്ലുമാല അപ്രൈസിംഗ് ആണ്. ഇറ്റ് വാസ് മാൻഡേറ്ററി ഫോർ വുമൺ ഫ്രം ദി പുലയ കമ്മ്യൂണിറ്റി. പുലയാസ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ലോവർ കാസ്റ്റായിട്ട് കൺസിഡർ ചെയ്തിരുന്ന ഒരു കാസ്റ്റാണ്, അല്ലേ? അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു കാസ്റ്റിൽ പെടുന്ന സ്ത്രീകൾക്ക് മാൻഡേറ്ററി ആയിരുന്നു, അതായത് അവർ നിർബന്ധമായിട്ടും ധരിക്കേണ്ട ഒന്നായിരുന്നു എന്ത്? കല്ലുമാല, അല്ലേ? വിച്ച് വാസ് കൺസിഡേർഡ് ദ ലോവർ കാസ്റ്റ് ടു വിയർ നെക്ലേസ് മെയ്ഡ് ഓഫ് സ്റ്റോൺ ഓർ പീസ് ഓഫ് ബ്രോക്കൺ ഗ്ലാസ്. അതായത് പൊട്ടിയ ചില്ല് കൊണ്ടുള്ളതോ അല്ലെങ്കിൽ കല്ലുകൊണ്ടോ ഒക്കെ ഉണ്ടാക്കുന്ന നെക്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് കാണുന്ന രീതിയിലുള്ള ജ്വല്ലറിയിലൊന്നും പോയി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മോഡൽ നെക്ലേസ് ഒന്നും അല്ല കേട്ടോ. മെയിനായിട്ട് ഒന്നെങ്കിൽ കല്ലുകൊണ്ട് ഉണ്ടാക്കിയതോ അതും അല്ലെങ്കിൽ കുപ്പി കഷ്ണം കൊണ്ട് എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? അതായത് പൊട്ടിയ ചില്ലിൻ്റെ കഷ്ണം കൊണ്ടൊക്കെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്? മാല പണിത് ഈ കാലത്തെ സ്ത്രീകൾ ധരിക്കുന്നതായിട്ട് കാണാം. ദ കല്ലുമാല അപ്രൈസിംഗ് ലെഡ് ബൈ അയ്യങ്കാളി വാസ് ഹെൽഡ് എഗെയിൻസ്റ്റ് ദ ഒപ്രസീവ് പ്രാക്ടീസ് ഇൻ പെരിനാട്. പെരിനാട് എന്ന് പറയുന്നത് കൊല്ലത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ഒരു അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഒരു ആചാരമായിരുന്നു കല്ലുമാല വിയറിങ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതിനെതിരെ അയ്യങ്കാളി എന്ത് ചെയ്തു? അദ്ദേഹം സ്ട്രഗിൾ നടത്തുകയാണ്, അല്ലേ? ഇതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പെരിനാട് റിവോൾട്ട് ഓർ കല്ലുമാല അപ്രൈസിംഗ് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് തൊട്ട് താഴെ നിങ്ങൾക്ക് ഒരു ലൈന് കൊടുത്തിരിക്കുന്നത് കാണാം, അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഈ ഒരു ഭാഗത്ത് മെയിനായിട്ട് പറയുന്നത് ദീസ് ആർ ദ ഇൻസ്റ്റൻസസ് ഓഫ് റിവോൾട്ട് ഇൻ ദി ഹിസ്റ്ററി led by the women who faced gender discrimination along with caste oppression. അന്നത്തെ കാലത്ത് കാസ്റ്റിൻ്റെ ബേസിലുള്ള ഒപ്രഷന് പുറമെ സ്ത്രീയാണ് എന്നതിൻ്റെ പേരിൽ പലതരത്തിലുള്ള ടോർച്ചറും അവർക്ക് സഹിക്കേണ്ടതായി വന്നിരുന്നു എന്ന് നമുക്ക് ഈ രണ്ട് ഇൻസിഡൻസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, അല്ലേ? ദേ ഓവർകം ഡിസ്ക്രിമിനേഷൻ ബൈ ചാലഞ്ചിങ് ദ എക്സിസ്റ്റിംഗ് നോംസ് ആൻഡ് സ്റ്റീരിയോടൈപ്പ്. അപ്പോൾ അവരിവിടെ എന്താ ചെയ്തിരിക്കുന്നത്? അവർ നിലവിലുള്ള ഇത്തരത്തിലുള്ള ഈ സ്റ്റീരിയോ ടൈപ്പുകളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ദുരാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുകയും അങ്ങനെ അവരുടെ ഈ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്തു എന്നാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, ദ ടേം ഓഫ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പ്രൊഹിബിറ്റഡ് ഇൻ കോർട്ട്, സുപ്രീം കോർട്ട് എഗെയിൻസ്റ്റ് സ്റ്റീരിയോടൈപ്പ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലിംഗവിവേചന വാക്കുകൾ കോടതി ഒഴിവാക്കി. വാർപ്പ് മാതൃക പൊളിച്ച് സുപ്രീം കോടതി. അതായത് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യാണ്? ചില കാസ്റ്റിൽ പെടുന്ന അല്ലെങ്കിൽ ചില വിഭാഗങ്ങളെ ജനറലൈസ് ചെയ്ത് ചില കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് അതിനെ ഉറപ്പിക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയാം, അല്ലേ? അപ്പം ഇത്തരത്തിലുള്ള സ്റ്റീരിയോ ടൈപ്പുകൾ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ തോന്നുന്ന രീതിയിലുള്ള വേർഡ്സോ ഒന്നും സുപ്രീം കോടതിയിൽ ഉപയോഗിക്കാൻ പാടില്ല, അല്ലേ? എന്ന് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, സ്പോക്ക് എഗെയിൻസ്റ്റ് ജെൻഡർ ഇക്വാളിറ്റി എംപ്ലോയി ഡിസ്മിസ്ഡ്. ലിംഗ സമത്വത്തിനെതിരെ സംസാരിച്ചു, ജീവനക്കാരനെ പിരിച്ചുവിട്ടു, അല്ലേ? ജെൻഡർ ഈക്വാളിറ്റി വേണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളെ ഡിസ്മിസ് ചെയ്തു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത നോക്കിക്കേ, റിവീൽഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ വർക്ക് പ്ലേസ് ഇൻ സ്പെയിൻ, മോർ ദാൻ 200 വുമൺ. 200-ലധികം സ്ത്രീകൾ, അല്ലേ, സ്പെയിനിലെ തൊഴിലിടങ്ങളിൽ ലിംഗവിവേചനമുണ്ട് എന്ന് അവർ വെളിപ്പെടുത്തി. നെക്സ്റ്റ് നോക്കിക്കേ, വിൽ ടേക്ക് പ്രോഗ്രസീവ് സ്റ്റാൻഡ്സ് ഇൻ കേസ് ഓഫ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, PM ഓഫ് കാനഡ. അതായത് ലിംഗവിവേചനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ
പുരോഗമനപരമായ നിലപാടുകൾ കൈക്കൊള്ളും എന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ഉറപ്പു നൽകി അല്ലേ. ഇതുപോലുള്ള കുറച്ച് ന്യൂസുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഈ വാർത്തകളിൽ നിന്ന് നമുക്ക് എന്തെല്ലാം വിവരങ്ങളാണ് കിട്ടുന്നത്? അപ്പോൾ മെയിനായിട്ട് ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, ജെൻഡർ ഇക്വാളിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. മറുഭാഗത്ത് ചില ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കുന്നതായിട്ടും നമുക്ക് കാണാം. അതാണ് നമുക്ക് ഈ ഒരു ഭാഗം വായിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് അല്ലേ. എ മേജർ കോസ് ദാറ്റ് ഹിൻഡർ ജെൻഡർ ഇക്വാളിറ്റി ഈസ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. പ്രധാനമായും ലിംഗസമത്വത്തിനുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് ലിംഗവിവേചനം തന്നെയാണ് അല്ലേ. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സപ്രസിങ് അതർ ജെൻഡേഴ്സ് ഫോർ സേക്ക് ഓഫ് ഡോമിനൻസ് ഓഫ് വൺ ജെൻഡർ. അതായത് നമ്മൾ ലിംഗ അസമത്വം അല്ലെങ്കിൽ ലിംഗവിവേചനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്, സപ്പോസ് ഇപ്പം പുരുഷന്മാർക്ക് ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി സ്ത്രീകളുടെ മേൽ അവർ ആധിപത്യം സ്ഥാപിക്കും അല്ലേ, അല്ലെങ്കിൽ അവരോട് വേർതിരിവ് കാണിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ സ്ത്രീ ആയതുകൊണ്ട് പുരുഷന്മാരെന്ത് ചെയ്യുന്നു, അവർക്കെതിരെ പ്രവർത്തിക്കുകയാണ് ഇവിടെ അല്ലേ. അപ്പോൾ ഈ രീതിയിലുള്ള ഒരുപാട് ഡിസ്ക്രിമിനേഷൻ നമ്മുടെ സൊസൈറ്റിയിലുള്ളതായിട്ട് നമുക്ക് കാണാം. നെക്സ്റ്റ് നോക്കിക്കേ, അടുത്തതാണ് ജെൻഡർ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എടുത്തു കളയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആർട്ടിക്കിൾസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം തീർച്ചയായിട്ടും നമുക്ക് എന്തെല്ലാം റൈറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം അല്ലേ. നോക്കിക്കേ, ആർട്ടിക്കിൾ 14 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എൻഷ്യൂർസ് ദാറ്റ് ഓൾ ഇൻഡിവിജ്വൽസ് ആർ ഈക്വൽ ബിഫോർ ലോ. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 പ്രകാരം അല്ലേ, ആർട്ടിക്കിൾ 14ൻ്റെ പ്രത്യേകത നമുക്കറിയാം. എന്താണത്? ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ അല്ലേ, എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. അതിൻ്റെ അർത്ഥം ഇവിടെ എന്താണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ എന്നുകൂടെ അർത്ഥമുണ്ട് അല്ലേ. അതായത് സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസം ഇവിടെ ഇല്ല, എല്ലാവരും ഈക്വലാണ്. നോക്കിക്കേ, അടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15 സ്റ്റേറ്റ്സ് ദാറ്റ് നോ ഇൻഡിവിജ്വൽ ഷാൾ ബി ഡിസ്ക്രിമിനേറ്റഡ് എഗെയിൻസ്റ്റ് ബേസ്ഡ് ഓൺ ജെൻഡർ. ആർട്ടിക്കിൾ 15 പറയുന്നത് എന്താണ്, നമ്മൾ നമ്മുടെ ജെൻഡറിൻ്റെ ബേസിൽ അല്ലേ, നമ്മുടെ ജെൻഡറിൻ്റെ ബേസിൽ നമ്മൾ ഒരു കാരണവശാലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. ഇനി അടുത്തത് നോക്കിക്കേ, ഇൻ 2014 സുപ്രീം കോടതി സ്റ്റേറ്റഡ് ദാറ്റ് ജെൻഡർ ഈസ് ദ ബേസ് ഓഫ് സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻഡിവിജ്വൽ എലോങ് വിത്ത് സെക്സ്. അതായത് 2014 സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്, ലിംഗഭേദത്തോടൊപ്പം ലിംഗപദവിയും വ്യക്തികളുടെ സാമൂഹിക നിലയുടെ അടിസ്ഥാനമാണ് അല്ലേ. നമുക്ക് സെക്സ് മാത്രമല്ല ജെൻഡറും നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, രണ്ടും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, ഇവിടെ നമുക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്, ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മുടെ ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആർട്ടിക്കിൾസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആർട്ടിക്കിൾ 14 ഈക്വാളിറ്റി ഓഫ് ഓൾ ജെൻഡേഴ്സ്, എല്ലാ ജെൻഡറിൽ പെടുന്ന ആളുകളും സമന്മാരാണ് അല്ലേ, എല്ലാ ലിംഗപദവിയിലുള്ള ആളുകൾക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങളുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 15 ആണ് അല്ലേ. ആർട്ടിക്കിൾ 15 പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്, there shall be no gender based discrimination against any individual. ഒരു വ്യക്തികളോടും നമ്മൾ ലിംഗപദവിയുടെ അടിസ്ഥാനത്തിൽ വിവേചനമൊന്നും കാണിക്കാൻ പാടില്ല അല്ലേ. നമ്മൾ ഒരിക്കലും അവരോട് ഡിസ്ക്രിമിനേഷൻ കാണിക്കരുത് എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 16 പ്രത്യേകത എന്താണ്, ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ജെൻഡേഴ്സ്. എല്ലാ ലിംഗങ്ങളിൽ പെടുന്ന ആളുകൾക്കും അല്ലെ ലിംഗപദവികൾക്കും അവസര സമത്വം കൊടുക്കണം. അതായത് മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ. ഇപ്പം ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഒരു എക്സാം അറ്റൻഡ് ചെയ്യാണ്, കോമ്പറ്റേറ്റീവ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇവർക്കെല്ലാവർക്കും ഈക്വൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, ആർട്ടിക്കിൾ 19 ആണ് അല്ലേ. 19 ക്ലോസ് 1A
All genders have the right to freely express their gender identity through dress, behavior and action. എല്ലാ ജെൻഡറിൽ പെടുന്ന ആളുകൾക്കും എന്തിനുള്ള അധികാരമുണ്ട്? സ്വതന്ത്രമായിട്ട് വേഷം ധരിക്കാനും പെരുമാറാനും പ്രവൃത്തി ചെയ്യാനും അല്ലേ ഒക്കെയുള്ള അവകാശമുണ്ട്. പെൺകുട്ടി ആയതുകൊണ്ട് ഇന്ന വസ്ത്രമേ ധരിക്കാവൂ, ഇന്ന രീതിയിലേ ബിഹേവ് ചെയ്യാവൂ എന്നൊന്നുമുള്ള രീതിയില്ല അല്ലേ. ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് ഇന്ന രീതിയിലേ നടക്കാവൂ എന്ന ഒന്നും തന്നെ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളെ ഒന്നിൽ നിന്നും റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. നെക്സ്റ്റ് നോക്കിക്കേ, ആർട്ടിക്കിൾ 21. ഓൾ ജെൻഡേഴ്സ് ഹാവ് ദ റൈറ്റ് ടു ഡിഗ്നിറ്റി, ഇൻഡിവിജ്വൽ ലിബർട്ടി ആൻഡ് പോളിസി. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് എല്ലാ ലിംഗ പദവികൾക്കും അന്തസ്സിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും അവകാശമുണ്ട് അല്ലേ. നമുക്ക് ഓരോരുത്തർക്കും അന്തസ്സുണ്ട്, അതിനനുസരിച്ച് നമ്മുടെ അന്തസ്സിനനുസരിച്ച് ജീവിക്കാൻ ഇവിടെ പറ്റണം. മറ്റുള്ളവർക്ക് നമ്മളെ ഇൻസൾട്ട് ചെയ്യാനുള്ള യാതൊരു തരത്തിലുള്ള റൈറ്റ്സും ഇല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, ആർട്ടിക്കിൾ 15A എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റണം. ആർട്ടിക്കിൾ 51A ആണ്, 15 അല്ല 51A ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് അല്ലേ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ 14 to 21 വരെ നമ്മൾ പറഞ്ഞതെങ്കിൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്. ഇറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഓഫ് ഇന്ത്യൻ സിറ്റിസൺ ടു റിനൗൺസ് പ്രാക്ടീസ് ഡെറോഗേറ്ററി ടു ദി ഡിഗ്നിറ്റി ഓഫ് വുമൺ. അതായത് സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ നമ്മൾ പരിത്യജിക്കേണ്ടതാണ്, നമ്മൾ ഇവിടെ നിന്ന് എടുത്തു കളയേണ്ടതാണ് അല്ലേ. ഇത് ഒരു പൗരൻ്റെ മൗലിക കർത്തവ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊക്കെ ഇന്ത്യൻ സിറ്റിസണാണ് അല്ലേ. നമ്മുടെ ഇവിടെയുള്ള സ്ത്രീകൾ എന്ത് ചെയ്യപ്പെടേണ്ടവരാണ്? നമ്മൾ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടേണ്ടവരാണ് അല്ലേ. നമ്മൾ സാധാരണ നമ്മുടെ പണ്ടുണ്ടായിരുന്ന ആചാര്യന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്ത്രീകൾ എവിടെയാണോ പൂജിക്കപ്പെടുന്നത് അല്ലേ, അവിടെ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളുടെ അന്തസ്സിനെ കാത്തു സംരക്ഷിക്കേണ്ടത് ആസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ അല്ലേ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ദാറ്റ് ഈസ് അവർ ഡ്യൂട്ടി, നമ്മുടെ കടമയാണ് എന്ന് നമ്മളെ എന്ത് ചെയ്യാണ്, ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അല്ലേ. നോക്കിക്കേ, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് അഡോപ്റ്റഡ് ദ പൊസിഷൻ ദാറ്റ് there should be a fair society in the country where all these things must exist. But do all genders in our society get all the privileges equally? നോക്കിക്കേ, അപ്പം ഇതെല്ലാം ഉറപ്പായും നിലനിൽക്കേണ്ട ഒരു ജസ്റ്റ് സൊസൈറ്റിയാണ് നമ്മുടെ രാജ്യത്തുണ്ടാകേണ്ടത് അല്ലേ എന്ന നിലപാടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുള്ളത്. എന്നാൽ ഈ ഒരു ന്യായ സമൂഹത്തിൽ ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും തുല്യമായ എല്ലാ ലിംഗ പദവികളും നമുക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇവിടെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പം ഇത്തരത്തിലുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ള ആളുകൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കാരണം എന്താണ്? ഇപ്പോഴും നമ്മുടെ സൊസൈറ്റി ഒരു ജസ്റ്റ് സൊസൈറ്റി ആയി മാറിയിട്ടില്ല. നമുക്ക് എന്ത് കാണാൻ പറ്റും? ലോഡ്സ് ഓഫ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻസ് ഇൻ അവർ സൊസൈറ്റി അല്ലേ. നമ്മുടെ സൊസൈറ്റിയിലേക്ക് നമ്മളൊന്ന് ജസ്റ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള അസമത്വങ്ങൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. കാരണം എന്താണ്? നമ്മൾ മറ്റ് വെസ്റ്റേൺ വേൾഡിലേക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കൂ നിങ്ങൾ. നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? നമ്മൾ ചെയ്യുന്ന പല ഫൂളിഷ്നെസ്സും നമുക്ക് അവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക അല്ലേ. നമ്മൾ എത്ര മണ്ടത്തരങ്ങളാണ് ഇവിടെ ഇപ്പോഴും ചെയ്തു കൂട്ടുന്നത് എന്നുള്ളത് അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എടുത്ത് ദൂരെ കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാ കുട്ടികൾക്കും ഈ ഒരു ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. 9th അവസാനത്തെ ചാപ്റ്ററാണിത്. നിങ്ങളെല്ലാവരും ഈ ചാപ്റ്റർ നല്ലതുപോലെ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് റിവേഴ്സ് അടിച്ച് കാണാവുന്നതാണ്. ഇനി നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്.
എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക്